ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. വയതജന്നബുഹൽ അഷ്ഖാ. വചനം 11. വയതജന്നബുഹ അതിനെ വിട്ടകന്നു നിൽക്കും. അൽ അഷ്ഖാ ഏറ്റവും ഭാഗ്യം കെട്ടവൻ. ഏറ്റവും ഭാഗ്യം കെട്ടവൻ അതിനെ അഥവാ ഉപദേശത്തെ വിട്ടകന്നു പോകുന്നതാണ്. അല്ലദീ യസ്ലൻ നാറൽ കുബ്റാ. വചനം 12. അല്ലദീ യസ്ല അതായത് കടന്നു കരിയുന്നവൻ. അന്നാറുൽ കുബ്റ ഏറ്റവും വലിയ അഗ്നിയിൽ, വമ്പിച്ച അഗ്നിയിൽ, ഏറ്റവും വലിയ അഗ്നിയിൽ കടന്നെരിയുന്നവൻ. ثم لا يموت فيها ولا يحيا. വചനം 13. ثم لا يموت പിന്നെ അവൻ മരണപ്പെടുകയില്ല. ഫീഹ അതിൽ, വലാ യഹ്യ ജീവിക്കയുമില്ല. പിന്നീട് അതിൽ വെച്ച് അവൻ മരണമടയുകയില്ല, ജീവിക്കുകയുമില്ല. قد أفلح من تزكى. വചനം 14. ഖദ് അഫ്ലഹ തീർച്ചയായും ഭാഗ്യം പ്രാപിച്ചു, വിജയിച്ചു. മൻ തസക്ക പരിശുദ്ധമായവൻ, അഭിവൃദ്ധിയടഞ്ഞവൻ. തീർച്ചയായും ആത്മപരിശുദ്ധി നേടിയവൻ ഭാഗ്യം പ്രാപിച്ചു. وذكر اسم ربه فصلى. വചനം 15. വദക്കറ ഓർക്കുകയും ചെയ്ത, സ്മരിക്കുകയും ചെയ്ത. ഇസ്മ റബ്ബിഹി തന്റെ റബ്ബിന്റെ നാമം. ഫസല്ല എന്നിട്ടു നമസ്കരിക്കുകയും ചെയ്ത, തന്റെ രക്ഷിതാവിന്റെ നാമം സ്മരിക്കുകയും എന്നിട്ട് നമസ്കരിക്കുകയും ചെയ്തവൻ. بل تؤثرون الحياة الدنيا. വചനം 16. ബൽ പക്ഷേ, എങ്കിലും, തുഅ്തിറൂന നിങ്ങൾ പ്രാധാന്യം നൽകുന്നു, തിരഞ്ഞെടുക്കുകയാണ്. അൽ ഹയാത്ത് ദുനിയ ഐഹിക ജീവിതത്തിന്, ഇഹലോക ജീവിതത്തെ. പക്ഷേ നിങ്ങൾ ഐഹിക ജീവിതത്തിനു പ്രാധാന്യം നൽകുന്നു. والآخرة خير وأبقى. വചനം 17. വൽ ആഖിറത്തു പരലോകമാകട്ടെ, ഖൈറുൻ ഉത്തമമാണ്, വ അബ്ഖാ ഏറ്റവും ശേഷിക്കുന്നതാണ്, ബാക്കിയാകുന്നതാണ്. പരലോകമാകട്ടെ ഏറ്റവും ഉത്തമവും കൂടുതൽ ശേഷിക്കുന്നതുമാണ്. إن هذا لفي الصحف الأولى. വചനം 18. ഇന്നഹാദ നിശ്ചയമായും ഇത്, ലഫിസ്സുഹുഫി ഏടുകളിൽ തന്നെയുണ്ട്, അൽ ഊല ആദ്യത്തെ, പൂർവ. നിശ്ചയമായും ഇത് ആദ്യത്തെ ഏടുകളിൽ തന്നെയുണ്ട്. صحف إبراهيم وموسى. വചനം 19. സുഹുഫി ഇബ്രാഹിമ അതായത് ഇബ്രാഹിമിന്റെ ഏടുകൾ, വമൂസ മൂസായുടെയും അതായത് ഇബ്രാഹിമിന്റെയും മൂസായുടെയും ഏടുകളിൽ. സ്വന്തം രക്ഷയ്ക്കും ശാശ്വത വിജയത്തിനും ആവശ്യമായതും യാതൊരു പ്രതിഫലവും കൂടാതെ ലഭിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഉപദേശങ്ങൾ കൽപ്പിച്ചുകൂട്ടി തിരസ്കരിക്കുകയും അങ്ങനെ അഗ്നികളിൽ വെച്ച് ഏറ്റവും വമ്പിച്ച അഗ്നിക്ക് ഇരയാകേണ്ടി വരികയും ചെയ്തവനേക്കാൾ ഭാഗ്യം കെട്ടവൻ മറ്റാരുണ്ട്? ആ അഗ്നിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കാഠിന്യം കൊണ്ടെങ്കിൽ ഒരിക്കൽ അവനു മരണം സംഭവിക്കുമായിരുന്നുവെങ്കിൽ അതോടെ ശിക്ഷ അവസാനിക്കുമെന്ന് കരുതാമായിരുന്നു. പക്ഷേ
അതിൽ മരണം സംഭവിക്കുന്നതേയല്ല. എന്നാൽ പിന്നെ അതിൽ അവൻ ജീവിച്ചിരിക്കുകയാണോ ചെയ്യുക? അതും പറഞ്ഞുകൂടാ. കാരണം അല്പമെങ്കിലും ആശ്വാസമോ വിശ്രമമോ ലഭിക്കാതെ കാലാകാലം ഒഴിവില്ലാതെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അതെ, അവരിൽ മരണം വിധിക്കപ്പെടുകയില്ല. എന്നാൽ അവർക്ക് മരണപ്പെട്ടു പോകാമായിരുന്നു. അതിന്റെ ശിക്ഷയിൽ നിന്ന് അവർക്ക് ഒരു ലഘൂകരണം നൽകപ്പെടുന്നതുമല്ല. സൂറത്തുൽ ഫാത്തിർ 36. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അവിശ്വാസവും കാപട്യവും കൂടാതെ ഹൃദയം സംശുദ്ധമാവുകയും അള്ളാഹുവിനെക്കുറിച്ച് ബോധവും വിചാരവും ഉണ്ടായിരിക്കുകയും ആ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ ആരാധിക്കുകയും വിശിഷ്യ നമസ്കാരകർമ്മം നിർവഹിക്കുകയും ചെയ്തവരാരോ അവരത്രേ ഭാഗ്യവാന്മാരും വിജയികളും. അല്ലാത്തവരോ ദുർഭാഗ്യവാന്മാരും പരാജിതരും. തസക്ക എന്ന വാക്കിന് അഭിവൃദ്ധിപ്പെട്ടു, വളർന്നു, പരിശുദ്ധമായി എന്നൊക്കെയാണ് വാക്കർത്ഥം. സത്യവിശ്വാസം, സൽസ്വഭാവം, പരലോകചിന്ത, സക്കാത്ത് തുടങ്ങിയ ദാനധർമ്മങ്ങൾ, ധ്യാനങ്ങൾ, ആരാധനാകർമ്മങ്ങൾ ആദിയായവ മൂലം ഉളവായിത്തീരുന്ന ആന്തരികമായ ശുദ്ധിയും ആത്മീയാഭിവൃദ്ധിയുമാണ് ഉദ്ദേശ്യം. ഇതാണ് നിങ്ങൾക്കു പിണഞ്ഞ ആപത്ത്. നിങ്ങളുടെ സകല നാശത്തിന്റെയും സാക്ഷാൽ ഹേതു നിങ്ങൾക്ക് കൂടുതൽ ഗുണകരവും ഏറ്റവും ശേഷിക്കുന്നതുമായ പരലോകത്തെ അവഗണിച്ചതും പകരം നശ്വരവും ക്ഷണികവുമായ ഐഹിക ജീവിതത്തെ സർവപ്രധാനമാക്കിയതുമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പ്രബോധനം ചെയ്യുന്നതും ഉപദേശിക്കുന്നതുമായ ഈ തത്വസിദ്ധാന്തങ്ങൾ അദ്ദേഹം പുത്തനായി കൊണ്ടുവന്നതല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം മുതലായവർ കൊണ്ടുവന്ന മുൻ വേദഗ്രന്ഥങ്ങളിൽ ഉള്ളതു തന്നെ എന്നു സാരം.